വിശ്വാസനായകന പൂർത്തി വരുത്തുന്നിൻ യേശുവിങ്കൽ വചനപാത വചനപാത വചനപാത. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 29-ാമത്തെ വാക്യം ഒന്ന് എടുത്തു വയ്ക്കാം. അതൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ചോദ്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 27-ാം വാക്യമാണ് ചോദ്യം. പത്രോസ് അവനോട്, ശീമോൻ പത്രോസ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതായ യേശുക്രിസ്തുവിനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ആത്മീയമായ യാത്രയിൽ, വിശ്വാസയാത്രയിൽ കുറേ അങ്ങോട്ട് മുന്നോട്ട് പോയതായ ശീമോൻ പത്രോസിനോട് പറയുന്ന ഒരു മറുപടി, അതിൻ്റെ 3 സുവിശേഷങ്ങളിൽ അതുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 18-29. ദൈവരാജ്യ നിമിത്തം വീടോ ഭാര്യയെയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ടുകളഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പത്രോസാണ് ചോദിക്കുന്നത്. എങ്കിലും ചോദിച്ചത്, ഈ ഞങ്ങളുണ്ടല്ലോ, ഈ 12 ശിഷ്യന്മാരുണ്ടല്ലോ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചവരാണ്. അന്ന് ഞാനും എൻ്റെ സഹോദരൻ അന്ത്രയോസും പടക് കഴുകുകയായിരുന്നു. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നിൻ്റെ പിന്നാലെ അനുഗമിച്ചു പോന്നു. എൻ്റെ കൂടെയുള്ളതായ യോഹന്നാനും യാക്കോബും അതേപോലെ തന്നെ പടക് കഴുകുകയായിരുന്നു. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവരും എൻ്റെ കൂടെ പോന്നു. മത്തായി സ്ലീഹ, അന്ന് സ്ലീഹയല്ല, ചുങ്കസ്ഥലത്തിരുന്ന് ചുങ്കം പിരിക്കുകയായിരുന്നു. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ മത്തായി സ്ലീഹ ചാടി എഴുന്നേറ്റു യേശുവിൻ്റെ പിന്നാലെ പോകുന്നു. ഞങ്ങൾ ഈ ഒരു ചെറിയൊരു കൂട്ടമുണ്ടല്ലോ, എല്ലാവരും നിന്ദിതരായും ആക്ഷേപമായിട്ട് നിൽക്കുന്ന ഒരു ചെറിയൊരു കൂട്ടം, ഞങ്ങൾ നിന്നോട് ചോദിക്കട്ടെ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പോൾ യേശു പത്രോസിനോടല്ല, യേശു അവരോട് പറയുകയാണ്, ദൈവരാജ്യ നിമിത്തം വീടോ ഭാര്യയെയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ടുകളഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ ഈ ലോകത്ത് തന്നെ, നാം ഈ ജീവിക്കുന്ന ഈ ഭൂമിയിൽ തന്നെ, നമ്മുടെ ആയുസ്സിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് കർത്താവ് അവരോട് മറുപടി പറഞ്ഞു. മർക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് ഒരു വാക്കുകൂടി കൂട്ടിച്ചേർത്തു, ഉപദ്രവങ്ങളോടുകൂടെ, നിന്ദകളോടുകൂടെ, ആക്ഷേപങ്ങളോടുകൂടെ നിങ്ങൾക്കിതെല്ലാം പല മടങ്ങായി ഈ ഭൂമിയിൽ തന്നെ ലഭിക്കുമെന്ന്. മാത്രമല്ല, വരുവാനുള്ള ലോകത്തിൽ അങ്ങ് നിത്യതയിൽ നിത്യജീവനെയും അവകാശമാക്കുകയും ചെയ്യുമെന്ന് കർത്താവ് അവരോട് വാക്ക് പറയുകയാണ്. കർത്താവ് യേശുക്രിസ്തു ഈ മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശീമോൻ പത്രോസ് ഓർത്തു, അന്ന് എൻ്റെ സഹോദരനായ അന്ത്രയോസ് ആദ്യമായി എന്നെ വിളിച്ചു, ഞാൻ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു, നമുക്ക് യേശുവിൻ്റെ അടുക്കൽ വരെ ഒന്ന് പോകാമെന്ന്. അന്ന് ശീമോന് യേശു ആരാണ്, യേശുവിൻ്റെ അടുക്കൽ പോയാൽ എന്ത് കിട്ടും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ശീമോൻ പത്രോസ് ആദ്യമായി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്നൊരു സമയമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ശീമോൻ ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോഴേക്കും കർത്താവ് ശീമോൻ്റെ മുഖത്തേക്ക് നോക്കി. ശീമോൻ്റെ കണ്ണുകളും യേശുവിൻ്റെ കണ്ണുകളും തമ്മിൽ കൂടി പിണഞ്ഞു. ഈ ശീമോൻ എത്രയോ സൂക്ഷിച്ച് ആ ഗലീല കടലിൽ മീൻകൂട്ടം എവിടെയുള്ളതാണെന്ന് നോക്കിയിട്ടുണ്ടായിരിക്കും. ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുള്ള ഒരാളായിരിക്കും. എന്നാൽ ആ യേശുവിലൊരിക്കൽ യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ച് നോക്കുവാൻ അന്ന് ശീമോൻ പത്രോസിന് ഒരു ഭാഗ്യം കിട്ടി. അന്ന് ശീമോനോട് കർത്താവ് പറഞ്ഞു, നീ യോഹന്നാൻ്റെ മകനായ ശീമോനാകുന്നു, നീ പത്രോസ് ആകും. അവൻ വിശ്വാസിയായി മാറിയിട്ടില്ല, ഒരു സമർപ്പണം എടുത്തിട്ടില്ല, യേശു ആരാണെന്ന് അറിഞ്ഞുകൂടാ, സ്വർഗരാജ്യമുണ്ടോ നരകമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ആകെ യഹൂദന്മാർക്കൊന്ന് മാത്രം അറിയാം, മശിഹ വീണ്ടെടുക്കുന്ന ക്രിസ്തു വീണ്ടും വരുമെന്ന് മാത്രം അറിയാം. അത് ഈ ദൈവപുത്രനായ യേശുവാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാതാനും.
എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ശിമോൻ പത്രോസ് കർത്താവിൻ്റെ ഈ മറുപടി കേട്ടിട്ട് അമ്പരപ്പോടെ അത്ഭുതത്തോടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. കാരണം ഈ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് എന്തെല്ലാമാണ് കിട്ടിയത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വാക്യം വായിക്കാൻ കാരണം ഈ ദിവസത്തിലുള്ള ചില അനുഭവങ്ങളോടുള്ള ബന്ധത്തിലാണ്, മറ്റൊന്നും കൊണ്ടുമല്ല. ഞാൻ ചിന്തിച്ചു, കർത്താവേ, യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ എനിക്ക് എന്തെല്ലാം കിട്ടി. എൻ്റെ 22-ാമത്തെ വയസ്സിൽ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു നായർ സമുദായത്തിൽ ജനിച്ച, യേശു ആരെന്നറിഞ്ഞുകൂടാത്ത, യേശു ആരെന്നറിയേണ്ട ആവശ്യമില്ലാത്ത എന്നോട് എൻ്റെ 2 സഹോദരിമാർ അവർ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഒരു യേശു ജീവിക്കുന്നു എന്ന്. ഞങ്ങളുടെ അച്ഛൻ ആത്മഹത്യ വഴിയായി ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയിരുന്നു. അവരെന്നോട് പറഞ്ഞത്, ഒരപ്പനെ പോലെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്നാണ്. അത് വ്യക്തമായും അവരുടെ മുഖത്ത് നിന്ന് എനിക്കത് വായിച്ചറിയാമായിരുന്നു. പക്ഷേ ആ വഴി എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ദിവസം ഞാനും ഈ യേശുക്രിസ്തുവിൻ്റെ അരികിൽ, ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ, വേറെ യാതൊരു ലക്ഷ്യങ്ങളുമില്ലാത്ത, നമ്മുടെ മധ്യത്തിൽ നമുക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സ്വർഗീയ സ്നേഹത്തിൻ്റെ മധ്യത്തിൽ അന്ന് ഞാനും പോയിരിക്കാനിടയായി. നിങ്ങളിന്ന് ഇരിക്കുന്നത് പോലെ തന്നെ. പ്രിയപ്പെട്ടവരെ, അന്ന് എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ ജീവിതത്തിൽ ഏതോ ഒരു പുതിയ അനുഭവത്തിലേക്ക് ഞാൻ കടക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ദിവസം ഞാൻ 4 സിനിമ കണ്ടിട്ടുണ്ട്. ഒരു പകൽക്കാലം മുഴുവൻ ചീട്ട് കളിച്ച് തോറ്റ് കാതിൽ മച്ചിങ്ങാക്കുണുക്കിട്ടിരുന്നിട്ടുണ്ട്. പുകവലിയും മുറുക്കും എൻ്റെ സ്ഥിരം ശീലമായിരുന്നു. എൻ്റെ അമ്മയോട് ഞാൻ നല്ല വാക്ക് പറയാറുണ്ടായിരുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, അന്നൊരു ദിവസം ഏതോ ഒരു സ്നേഹത്തിൻ്റെ പുതപ്പ് എൻ്റെ മേലേക്ക് വന്നത് ഞാൻ അറിഞ്ഞു. പിന്നെ ഞാൻ ഓർത്തു, ആ കാലങ്ങളിൽ ഞാൻ ചേലാട് ഡിപ്ലോമയ്ക്കാണ് പഠിക്കുന്നത്. 2 വർഷത്തെ 6 സപ്ലിമെൻ്ററി പേപ്പർ എനിക്കുണ്ട്. പക്ഷേ ഈ ഒരു അനുഭവത്തിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴേക്കും മനസ്സിലായി, ഒറ്റയടിക്ക് എല്ലാ പരീക്ഷയും പാസ്സായി. മാത്രമല്ല, അവസാനത്തെ പരീക്ഷയ്ക്ക് ഡിസ്റ്റിങ്ഷനോടെ പാസ്സാകുന്നു. പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടല്ല, പഠിക്കാൻ നല്ല ഓർമ്മ കിട്ടുന്നു, ബുദ്ധി കിട്ടുന്നു. ആ കാലത്ത് പെങ്ങൾ സിന്ധു കോതമംഗലം MA കോളേജിൽ BSc പഠിക്കുന്നു. അന്ന് BSc കോതമംഗലം കോളേജിൽ ഏറ്റവും ഉയർന്ന മാർക്കോടെ പാസ്സാകുന്നു. ഇവിടെ ഇരിക്കുന്ന ബിന്ദു, ഡെൻകറിൽ ജോലി ചെയ്യുന്ന ബിന്ദു, അന്ന് പ്രൈവറ്റായിട്ട് ജോസ് കോളേജിലാണ് BA പഠിക്കുന്നത്. കോതമംഗലത്തെ എല്ലാ കോളേജുകളിലും ഉപരിയായി ഏറ്റവും ഉയർന്ന മാർക്കോടെ BA പരീക്ഷ പാസ്സാകുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോരോ കാര്യങ്ങളിങ്ങനെ അനുഭവത്തോടെ കർത്താവ് നടത്തുന്നത് ഞങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. ഇവർ 2 പേരും ഇരട്ടകളാണ്. ആരെ ഇവരെ കല്യാണം കഴിക്കും, എങ്ങനെ കല്യാണം കഴിപ്പിച്ചയക്കും? പ്രിയപ്പെട്ടവരെ, അങ്ങനെയെല്ലാം ചിന്തിച്ച് ഭാരപ്പെട്ടിരുന്ന, ഭാരമല്ല, ഒന്നും അറിഞ്ഞുകൂടാ, അതൊന്നും ചിന്താവിഷയം പോലും ആയിരുന്നില്ല ആ കാലങ്ങളിൽ. കല്യാണം ഒരു ചിന്താവിഷയമല്ല, ജോലി ഒരു ചിന്താവിഷയമല്ല, ഭാവി ഒരു ചിന്താവിഷയമല്ല. ആകെ ഒരു ചിന്താവിഷയം മാത്രമേ ഉള്ളൂ, യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ മക്കൾ. അങ്ങനെ ഒരു കാലം എൻ്റെ പ്രിയരെ. എന്നാലും ഞാൻ പറയട്ടെ, എല്ലാം മനോഹരമായി 2 പെങ്ങന്മാർ വിവാഹം ഒരേ ദിവസം നടന്നു. എൻ്റെ വിവാഹം നടന്നു. എല്ലാം അത്ഭുതമായി കർത്താവ് മനോഹരമായി നടത്തി തന്നു. എന്തിനാണ് ഇതെല്ലാം പറയുന്നതെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവം ഒരിക്കലും കടക്കാരനായിരുന്നില്ല. ഈ യേശുക്രിസ്തുവിൻ്റെ അരികിൽ കടന്നു വന്നിട്ട് കർത്താവ് ഒന്നും തരാതിരുന്നില്ല. ഈ എല്ലാ അനുഭവങ്ങളുമുള്ള ശീമോൻ പത്രോസ് പുറകോട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് ശീമോൻ പത്രോസ് ഉള്ളിൽ പറയുകയാണ്, കർത്താവേ, ശരിയാണ്, അന്നെൻ്റെ കുറേ കൂട്ടുകാർ കുറേ മുക്കുവന്മാരായിരുന്നു, എൻ്റെ ബന്ധുമിത്രാദികളായിരുന്നു, എൻ്റെ നാട്ടിലുള്ള സാധാരണക്കാരായിരുന്നു. എന്നാൽ ഞാൻ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ സുവിശേഷത്തെ പ്രതിയും ദൈവരാജ്യത്തെ പ്രതിയും യേശുവിനെ പ്രതിയും ഞാൻ എല്ലാം വിട്ടപ്പോൾ, ഒന്ന് വിട്ട സ്ഥാനത്ത് എനിക്ക് നീ 100 മടങ്ങ് തന്നല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് വിട്ട സ്ഥാനത്ത് 100 മടങ്ങ് തരാമെന്ന് പറയുന്നവനാണ് ദൈവം. പറയുന്നവനല്ല, അവൻ നിവർത്തിക്കുന്നവനാണ് ദൈവം. നാം എന്ത് വിട്ടു എന്നാണ് ഈ പറയുന്നത്? എന്തുപേക്ഷിച്ചെന്നാണ് ഈ പറയുന്നത്? എൻ്റെ 32 കൊല്ലത്തെ ആത്മീയ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, ഞാൻ വിട്ടതെന്താണ്? കുറേ ചീഞ്ഞളിഞ്ഞ പാപങ്ങളും
കുറേ ചീഞ്ഞ കൂട്ടുകാരും കുറേ ചീഞ്ഞ സ്വഭാവങ്ങളും മാത്രം. എന്നാൽ എൻ്റെ സ്വർഗത്തിൽ ദൈവം എനിക്ക് തന്നതോ നിറവടിയായി തന്ന സ്വർഗീയ അനുഗ്രഹങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യങ്ങൾ ഈ രക്തഘടനയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ഒരു തുള്ളി രക്തം പകർന്നു തന്നപ്പോൾ ഞാൻ ഇന്ന് ആള് മാറിക്കൊണ്ട് ഈ കാലം അത്രയും ജീവിക്കുകയാണ്. ഇന്ന് ഈ സന്ധിയെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും പാപം ഉപേക്ഷിക്കാൻ ഏതെങ്കിലും സഭയെയോ ഏതെങ്കിലും നേതൃത്വങ്ങളെയോ ഏതെങ്കിലും സമൂഹങ്ങളെയോ ഏതെങ്കിലും സ്ഥാനമാനങ്ങളെയോ പേടിച്ചവിടെ ഇരിക്കുന്നുണ്ടോ? ഈ യേശുവിൻ്റെ പിന്നാലെ പോരുവാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ സംശയിക്കേണ്ട. ഒന്ന് വിട്ടാൽ ഉപദ്രവങ്ങളോട് കൂടെ 100 മടങ്ങ് സഹോദരന്മാരെ 100 മടങ്ങ് മാതാപിതാക്കന്മാരെ തരുന്ന ഒരു ജീവനുള്ള ദൈവം നമ്മുടെ മധ്യത്തിൽ. അത് ഈ കാലത്തിലാണ്. നിത്യതയിൽ കടന്നു ചെല്ലുമ്പോൾ ഉണ്ട്, വിശുദ്ധ മാതാവുണ്ട്, അപ്പോസ്തലന്മാരുണ്ട്, സ്ലീഹന്മാരുണ്ട്, കടന്നുപോയി വിശുദ്ധന്മാരുണ്ട്. അത് മാത്രമല്ല കർത്താവ് പറയുന്നത്, ഈ ഭൂമിയിൽ തന്നെ നമ്മുടെ കൂടെ 100 കണക്കിന് സഹോദരന്മാരെയും മാതാപിതാക്കന്മാരെയും കർത്താവ് തന്നിരിക്കുന്നു എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ വചനം പറഞ്ഞു. ഞായറാഴ്ച മംഗളത്തോട് അല്പസമയം വചനം പറയാനുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ധ്യാനിച്ച് കുറിച്ച് വെച്ചു. ഞാൻ ഒന്നാം ഞായറാഴ്ച രാവിലെ ഇടേണ്ട ഷർട്ടും വൈകുന്നേരം ഇടേണ്ട ഷർട്ടും എല്ലാം തേച്ച് അവിടെ തൂക്കിയിട്ടു. വൈകുന്നേരം ജോലിക്ക് പോകാനായി ഇറങ്ങുമ്പോൾ പെട്ടെന്ന് നെഞ്ചിൽ ഒരു ഭാരം തോന്നി. നന്നായിട്ടൊന്ന് വിയർത്തു. പ്രിയപ്പെട്ടവരെ, അല്പം കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറുകയും ചെയ്തു. ഞാൻ ജോലിക്കായിട്ട് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ മൂത്ത മകൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ മൂത്ത മകൻ പറഞ്ഞു, അപ്പേ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാമെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചു. ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങി. ഡ്യൂട്ടിക്ക് ചെന്നു. പിന്നെ ഒരു 6 മണിയായപ്പോൾ മുതൽ പിന്നെ പയ്യെ ഒരു നെഞ്ചുവേദന ഇങ്ങനെ വരാൻ തുടങ്ങി. അത് സാരമില്ല എന്ന് വിചാരിച്ചു. എന്നാൽ അല്പം കഴിയുന്തോറും അല്പമായി കൂടി വരുന്നു. കമ്പനി ഡോക്ടറുമായി സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് വച്ചുകൊണ്ടിരിക്കുന്നത്, പോയി ഡോക്ടറെ കാണാൻ പറഞ്ഞു. എനിക്കൊരു നാണമായിരുന്നു. കാരണം വല്ല ഗ്യാസിൻ്റെയോ ഒക്കെ ആണെങ്കിൽ എന്തിനാണ് പോകുന്നതെന്ന് ഞാൻ ചിന്തിച്ച സമയമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. കോലഞ്ചേരി ഹോസ്പിറ്റലിൽ വന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ അന്ന് ആൻജിയോഗ്രാം ചെയ്തു. ECG എല്ലാം നോർമലായിരുന്നു. ആൻജിയോഗ്രാം ചെയ്തു. ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ടെന്നെല്ലാം പറഞ്ഞു. ഒരു ദിവസം മുഴുവൻ ICUവിൽ കിടന്നു. ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു ദിവസം ICUവിൽ കിടന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർത്തു, എൻ്റെ ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എത്ര പെട്ടെന്നാണ് സ്ഥിതി മാറുന്നത്, എത്ര പെട്ടെന്നാണ് സമയങ്ങൾ മാറുന്നത്. നാം നാളെ കൂട്ടായ്മയ്ക്ക് വരാമെന്ന് ചിന്തിക്കും. പെട്ടെന്ന് 4 ചുവരുകൾക്കുള്ളിൽ നാം ആയി പോകുന്ന സമയങ്ങൾ. നമ്മുടെ കാർ അവിടെ നിശ്ചലമായി കിടക്കും. നമ്മുടെ ഷർട്ടുകൾ എല്ലാം അവിടെ നിശ്ചലമായി കിടക്കും. സാഹചര്യങ്ങളെല്ലാം മാറും. നാം ഇതാ മരുന്നിൻ്റെയും ECG മെഷീൻ്റെ എല്ലാം നടുവിൽ 4 ചുവരുകൾക്കുള്ളിൽ, മുൻപിലൊരു ക്ലോക്ക് പോലുമില്ല, സമയം ഏതാണെന്ന് പോലും അറിയാൻ പാടില്ല. ഒരു 3 മണിയായപ്പോൾ മുതൽ ഞാൻ സിസ്റ്ററോട് ചോദിച്ചു, ഇനി എപ്പോഴാണ് ഒരാളെ അകത്തേക്ക് കയറ്റി വിടുന്നത്? അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, 5 മണിയാകും ഒരാളെ വിടും. കാരണം അവിടെ എങ്ങനെ കിടക്കുമ്പോൾ ഭാര്യയെ ഒന്ന് കാണാൻ കൊതി വരുന്നു, ഒരു മക്കളെ ഒന്ന് കാണാൻ ഒരാഗ്രഹം, മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ എല്ലാം കാണാൻ ഒരാഗ്രഹം വരുന്നു. എന്നാൽ അവർക്കൊന്നും വരാൻ സാധിക്കുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത്രയും അങ്ങ് ചിന്തിച്ച് കഴിഞ്ഞില്ല. ഞാൻ അറിഞ്ഞു, ഞാൻ അനുഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അരികിലേക്ക് സ്വർഗീയമായ സാന്നിധ്യം വരുന്നു. ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ 22ാമത്തെ വയസ്സിൽ നീ എന്നെ കടന്നു പിടിച്ചു. യേശു ക്രിസ്തു എന്ന അത്ഭുത പുരുഷനെ, ജീവനുള്ള ദൈവത്തെ അപ്പാ എന്ന് വിളിക്കുവാനും കോടി ഉള്ള ദൈവ സ്നേഹത്തിൻ്റെ ഒരു തരി അനുഭവിക്കുവാനും നീ എനിക്ക് കൃപ തന്നുവല്ലോ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഇതാ അപ്പനേക്കാൾ ഉപരിയായി, അമ്മയേക്കാൾ ഉപരിയായി, ഭാര്യയേക്കാൾ ഉപരിയായി, മക്കളേക്കാൾ ഉപരിയായി നമ്മുടെ അരികിൽ വരുന്ന ഒരു ദൈവ സ്നേഹമുണ്ട്. അതാണ് നാം ആദ്യം പാടിയത്. ഇതൊരു പിരിയാ ബന്ധമാണ് കേട്ടോ, ഇത് മാറാത്ത ബന്ധമാണ് കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ, ആൻജിയോഗ്രാമിന് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അകത്തേക്ക്
സ്വർഗത്തിലേക്ക് കയറ്റി വിട്ടു. എനിക്കറിയാം, പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗമാണ് ഇറങ്ങി വരുന്നത് എനിക്കറിയാമായിരുന്നു. യേശുവിൻ്റെ തേജസ്സാണ് എൻ്റെ മേലേക്ക് വരുന്നത് എനിക്കറിയാമായിരുന്നു. എൻ്റെ കർത്താവിൻ്റെ വലങ്കരം എൻ്റെ ബ്ലോക്കുള്ള ഭാഗത്ത് ചേർത്ത് വെച്ച് എൻ്റെ നെഞ്ചിന്മേൽ അക്കരം പിടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഓർത്തു, കർത്താവേ, നാം ഈ ഭൂമിയിൽ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ ഒരു നോക്ക് കാണാൻ കൊതിക്കും, മക്കളെ ഒരു നോക്ക് കാണാൻ കൊതിക്കും. പക്ഷേ അവർക്കെല്ലാം പരിമിതികൾ വരുമ്പോൾ നാം അനുഭവിക്കുന്ന, നാം ജീവിതം കൊടുക്കുന്ന യേശു ക്രിസ്തു മരണയോർദാനിലും കൂടി ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ ജീവനുള്ള ദൈവം ഇന്നിവിടെ വന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങൾ ഒരു നിമിഷം പോലും സംശയിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഒരു സമയം വന്നപ്പോൾ നല്ല ഒരു ദൈവ സാന്നിധ്യം. ഞാൻ മുമ്പിൽ ക്ലോക്കില്ല, നമ്മുടെ കയ്യിൽ വാച്ചോ മൊബൈലോ ഒന്നുമില്ലല്ലോ. അവിടെ നിൽക്കാൻ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്ററെ ഇപ്പോൾ സമയം എത്രയായി? അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഒരു 2 മണിയോട് അടുക്കാറായി എന്ന്. പ്രിയപ്പെട്ടവരെ, 2 മണിയോട് അടുക്കാറായി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? അന്ന് ഇവിടെ 1-ാം ഞായറാഴ്ച യോഗം തീരുന്ന സമയമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്താണ് പറഞ്ഞത്? ദൈവമക്കൾ കൂട്ടായ്മ, ദൈവമക്കളുടെ സ്നേഹം, ആ പ്രാർത്ഥന, ദൈവമക്കൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് പാവപ്പെട്ട ദൈവവേദൽ അനുഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ ആ തിരു സാന്നിധ്യം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. നമ്മൾ ദൈവമക്കൾ എപ്പോഴും പറയുമല്ലോ, നിങ്ങൾ വേദപുസ്തകം വായിക്കണം, നിങ്ങൾ പാട്ടുകൾ പാടണം, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നെല്ലാം പറയുമല്ലോ. ഇപ്പം നമ്മുടെ എൻ്റെയും ജീവിതത്തിൽ ഒരു കാര്യം വന്നു, വാട്സപ്പ് മെസ്സേജ് ഒന്നും നോക്കി, അല്ലെങ്കിൽ മൊബൈലൊന്നും നോക്കി, എപ്പോഴും പല പല കാര്യങ്ങളിൽ. പക്ഷേ ഇതാ നാം ഇങ്ങനെ നിശ്ചലമായി കിടക്കുകയാണ്. മുഴുവൻ ട്യൂബ് അനങ്കം പോലും പാടില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഞാൻ ചിന്തിച്ചു, കർത്താവേ എന്ത് ചെയ്യണം? ദൈവത്തിന് സ്തോത്രം. ഞാൻ ആദ്യം മനസ്സിലെടുത്തു എഫേസ്യർ 1, ദൈവേഷ്ടത്താൽ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് എന്നും പറഞ്ഞ് തുടങ്ങി. അതിൻ്റെ 4-ാം വാക്യത്തിൽ സ്വർഗത്തിലെ സകലാത്മീയ അനുഗ്രഹങ്ങളാലും. അതിൻ്റെ ആദ്യത്തെ ഖണ്ഡിക, 2-ാമത്തെ ഖണ്ഡിക, 2-ാം അധ്യായം ആദ്യത്തെ ഖണ്ഡിക, 3-ാം അധ്യായം, 4-ാം അധ്യായം, 5-ാം അധ്യായം, 6-ാം അധ്യായം. എനിക്ക് ആ വാക്യങ്ങൾ അതേപടി കാണാതെ അറിയാൻ പറ്റില്ല. പക്ഷേ എല്ലാ അധ്യായങ്ങളിലും അടങ്ങിയിരിക്കുന്ന പ്രധാന സന്ദേശങ്ങളെല്ലാം മനസ്സിലൂടെ കടന്നു. വീണ്ടും ഫിലിപ്പിയ ലേഖനത്തിലേക്ക് കടന്നു. എഫേസ്യർ കഴിഞ്ഞാൽ ഫിലിപ്പിയരാണല്ലോ. ഫിലിപ്പിയ ലേഖനം 4 അധ്യായം, 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം, 4-ാം അധ്യായം. ആ ലേഖനങ്ങളോട് മനസ്സോടിച്ചു. വീണ്ടും കൊലോസ് ലേഖനം എടുത്തു. 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം, 4-ാം അധ്യായം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിലെ എല്ലാം മാറിപ്പോകും. ഞാൻ എഫ്എസ്സിറ്റിയിൽ എഞ്ചിനീയറാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്ത് എഞ്ചിനീയർ, എന്ത് കൂട്ടുകാർ, എന്ത് ജോലി, എല്ലാം മാറിപ്പോകും. എന്നാൽ വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ലാത്ത ഈ ദൈവത്തിൻ്റെ വചനം, അത് നിങ്ങളുടെ ഹൃദയപ്പലകകളിൽ ഇരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആരും കൂടെയില്ലെങ്കിലും പത്രം വായിക്കാൻ പറ്റുന്നില്ല, TV കാണാൻ പറ്റുന്നില്ല, മൊബൈൽ നോക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ നിങ്ങൾ ഇന്ന് അത്ര വില കൊടുക്കാതെ പലപ്പോഴും കേൾക്കുന്നതും വായിക്കുന്നതുമായ ദൈവത്തിൻ്റെ തിരുവചനം, എഴുതപ്പെട്ടതായ വചനം, ജീവനായ വചനം, വചനമായി വെളിപ്പെട്ട ക്രിസ്തു നമ്മുടെ അരികിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, ആ വചനം നമ്മെ ബലപ്പെടുത്തും, ആ വചനം നമ്മെ ആശ്വസിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിലെ മനുഷ്യർക്ക് മനസ്സിലാകുമോ ഇപ്പോൾ നമ്മുടെ അരികിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുന്ന ക്രിസ്തുവിൻ്റെ തേജസ് ഭൂമിയിലെ മനുഷ്യർക്ക് മനസ്സിലാകുമോ? എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ അറിയുന്നു, നാം അറിയുന്നു, യേശു ക്രിസ്തുവിൻ്റെ തിരു സാന്നിധ്യം നമ്മെ കടന്നു പിടിക്കാൻ ഇങ്ങനെ വെമ്പലോടല്ല അനേകരെ പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു, അനേകരെ ചുറ്റി നിന്ന് കഴിഞ്ഞിരിക്കുന്നു. പ്രിയരേ, ഇന്ന് വിട്ടോളണം, ഇന്ന് സകലതും വിട്ടോളണം. ആരെല്ലാം തീരുമാനിക്കുന്നുണ്ട്, കർത്താവേ ഇതാ നാം ഇങ്ങനെ കൂടി വരുമ്പോൾ എനിക്ക് മനസ്സിലാകില്ല, എന്നാൽ എല്ലാ മനുഷ്യർക്കും ചില അനുഭവങ്ങൾ വരും. അന്നറിയും, കർത്താവേ ഞാൻ ആരുടെ കയ്യിലേക്കാണ് എൻ്റെ ജീവിതം കൊടുത്തത്, ആരാണ് എന്നോട് വാക്ക് പറഞ്ഞതെന്ന് അന്ന് നാം അറിയും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാം മഹത്വപ്പെടട്ടെ. ഒന്നുകൂടി ഒന്ന് പാടാം നമുക്ക്. മരണത്താൽ മായാത്ത മഹൽ സ്നേഹ പ്രഭയാൽ പിരിയാബന്ധമാണിതു യുഗകാലം വരെയും. മരണത്താൽ മാറാത്ത മഹൽ സ്നേഹ പ്രഭയാൽ പിരിയാബന്ധമാണിതു
പിരിയാബന്ധമാണിതു യുഗകാലം വരെയും. മഹൽ സ്നേഹം മഹൽ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മരിപ്പതിനാൽ കുരിശിൽ കൈവെടിഞ്ഞോ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പത്രോസിന് നല്ല പ്രാഗൽഭ്യത്തോടെ പറയാൻ സാധിച്ചിരുന്നു, കർത്താവേ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ. എന്നാൽ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ഞാൻ സകലവും വിട്ടുവോ? ഞാൻ സകലവും ഉപേക്ഷിച്ചുവോ? പത്രോസിലേക്ക് അത് പറയാൻ പ്രാഗൽഭ്യമുണ്ടായിരുന്നു. എന്നാൽ വിടേണ്ടതെല്ലാം വിട്ടു എന്നുള്ളതായ പ്രാഗൽഭ്യം. ഒന്ന് ഇബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം നിങ്ങൾക്ക് കാണാതറിയാമല്ലോ. ആകയാൽ നാമും, ഉറക്കെ പറഞ്ഞോ, ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. രണ്ട് കാര്യം അപ്പോസ്തലൻ പറയുകയാണ്. ഒന്ന്, മുറുകെ പറ്റുന്ന പാപം. ആദ്യം പറയുന്നത് ഭാരമാണ്, ആ ഭാരം. രണ്ട്, മുറുകെ പറ്റുന്ന പാപം, ഒരു ഭാരം, ഭാരവിഷയം. അന്ന് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 1:30 മണിക്ക് ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഉണ്ട്, ഇവിടെ ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒന്നും ചെയ്തില്ല. പക്ഷെ ഒരു കാര്യം, എനിക്ക് നല്ല പൂർണ്ണമായ വിശ്വാസമാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ ദൈവസന്നിധിയിലേക്ക് കരമുയർത്തിയപ്പോൾ ജീവനുള്ള ദൈവം എൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ ഈ ഹൃദയത്തിൽ കണ്ടെത്തിയതായ ബ്ലോക്കിനെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ അലിയിച്ച് കളഞ്ഞു എന്ന് എനിക്ക് 100% ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, ആ റിപ്പോർട്ട് വെച്ചുകൊണ്ട് ഇനി വൈദ്യശാസ്ത്രം എന്തെല്ലാം പറഞ്ഞാലും എനിക്ക് യാതൊരു കൂസലുമില്ല. രണ്ട് വഴി, ഒന്ന് വൈദ്യശാസ്ത്രം എന്ന റോഡ്, രണ്ടാമത്തെ വഴി വിശ്വാസം എന്ന റോഡ്. രണ്ടും തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടില്ല. അതെന്നും പാരലാണ്, സമാന്തരമാണ്. ഞാൻ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോൾ എന്നോട് വൈദ്യശാസ്ത്രം വന്നിട്ട് പറയുകയാണ്, അതെ, ശ്രദ്ധിക്കണം കേട്ടോ, ആ ബ്ലോക്ക് അവിടെയുണ്ട്, അത് ഗൗരവമാണെന്നെല്ലാം പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് വിശ്വാസത്തിൻ്റെ വഴി വൈദ്യശാസ്ത്രത്തിന് മനസ്സിലാകില്ല. എന്നാൽ എപ്പോഴെങ്കിലും ആ ഭാരം ഞാൻ എടുത്താൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആ കാര്യം വിശ്വസിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. ഇനി സകല ഡോക്ടർമാർ പറഞ്ഞാലും ആരെല്ലാം പറഞ്ഞാലും, അന്ന് ICUവിൽ എൻ്റെ മോളെ പോലെ സ്നേഹിക്കുന്ന നേഴ്സിനോട് ഞാൻ പറഞ്ഞു, ഇനി ഒരു ദിവസം ആൻജിയോഗ്രാം എടുത്താൽ സിസ്റ്റർ ഉറപ്പിച്ചോ അവിടെ ഒന്നും ഉണ്ടായിരിക്കില്ല എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ആരെങ്കിലും വിശ്വാസത്തിന് വഴി യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഭാരം കയ്യിലുണ്ടോ? ഡോക്ടർമാർ പറഞ്ഞതോ, ഏതെങ്കിലും ബാങ്ക് അധികാരികൾ പറഞ്ഞതോ, ഏതെങ്കിലും ഉന്നതന്മാർ പറഞ്ഞതോ നിങ്ങൾ ഓർത്ത് പേടിച്ച് ഭാരപ്പെട്ട് നടക്കുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാം എറിഞ്ഞിട്ട് കൊടുക്കാൻ ഇങ്ങ് എറിഞ്ഞിട്ട് കൊടു. അപ്പോൾ അപ്പുറത്ത് വിശ്വാസത്തിൻ്റെ നായകനിതാ മുന്നേ പോകുന്നുണ്ട്. അവൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ പിന്നെ തളർച്ചയില്ല, ക്ഷീണമില്ല. ഇന്നല്ല ഏതെങ്കിലും നാൾ നാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും, ഉറപ്പാണ്. പക്ഷേ ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഹല്ലേലൂയ. കാരണം ഞാൻ എൻ്റെ ആയുസ് എൻ്റെ യേശുവിൻ്റെ കരത്തിൽ കൊടുത്തതാണ് എങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ വിളിച്ചപ്പോൾ അവൻ എനിക്ക് നിത്യജീവൻ ഉറപ്പ് തന്നതാണ് എങ്കിൽ, എൻ്റെ നാഥൻ ആ കാര്യം നിവർത്തിച്ചു കൊള്ളുമെന്ന് എനിക്ക് പൂർണ്ണമായി ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയരെ, നിങ്ങളിന്ന് ഉറപ്പുള്ളവരാകൂ. പാപത്തോട് യാത്ര പറയണം. സകലതും വിട്ടോ, സകലതും വിട്ടോ. ഞാൻ ചോദിക്കട്ടെ, വചനം പറയുന്നവരിയ്ക്കുന്നില്ലേ? സാക്ഷ്യം പറയുന്നവരിയ്ക്കുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഏതെങ്കിലും പാപത്തിൽ ഇന്നും മുറുകെ രസിച്ചിരിക്കുന്നുണ്ടോ? ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? പാപത്തോട് എന്നേക്കുമായി വിട്ട് കളഞ്ഞാൽ അത് പ്രസംഗപീഠത്തിൽ, സാക്ഷ്യപീഠത്തിൽ നിൽക്കുമ്പോൾ അതിന് ശക്തി ജനത്തിലേക്ക് പകരും. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ സാക്ഷ്യം പറയുമായിരിക്കും, ചിലപ്പോൾ വചനം പറയുമായിരിക്കും. പക്ഷേ ഉള്ളിൽ പാപബന്ധനമുണ്ടെങ്കിൽ ശക്തി പുറത്തേക്ക് വരികയില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പാപം വിട്ട് പാപത്തോട് യാത്ര പറഞ്ഞവൻ്റെ ആത്മീയ ശക്തി എന്താണ്? സകലതും വിട്ടു പാപത്തോട് യാത്ര പറഞ്ഞു എന്ന്
ശക്തമായൊരു തീരുമാനം ഇന്ന് ഈ രാത്രി ഇവിടെ എടുത്തിട്ടേ പോകാൻ പാടുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കണം. അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും 100 മടങ്ങ് സഹോദരി സഹോദരങ്ങൾ നിനക്ക് കിട്ടും. അധികം നാൾ കഴിഞ്ഞില്ല, സകലവും വിട്ടു എന്ന് പറഞ്ഞവൻ ആദ്യം വിട്ടത് തൻ്റെ പടകായിരുന്നു, മീൻ പിടിക്കുന്ന പടക്. കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം ആദ്യം പോയി വിട്ട പടക് അങ്ങ് തിരികെ എടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ യേശുക്രിസ്തുവിനോട് ഞാൻ നിനക്ക് 100 മടങ്ങ് സഹോദരങ്ങളെയും നിത്യജീവനെയും തരാമെന്ന് വാക്ക് പറഞ്ഞവൻ അവൻ തൻ്റെ വാക്ക് തിരികെ എടുത്തില്ല. കാരണം കർത്താവ് അവൻ ദൈവമാണ്, അവൻ രാജാതിരാജാവാണ്, അവൻ സ്വർഗോന്നതങ്ങളിൽ വസിക്കുന്നവനാണ്, അവൻ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് എൻ്റെ മകന് ഞാൻ അന്ന് കൊടുത്ത വാക്ക് ഞാൻ അവനെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കി കർത്താവ് ശീമോൻ്റെ പിറകെ നിന്ന് ശീമോനെ കൊണ്ട് വീണ്ടും സമർപ്പണം എടുപ്പിച്ച് സകലത്തോടും യാത്ര പറയിപ്പിച്ച് അവന് കൊടുത്ത വാക്ക് നിവർത്തിച്ചൊരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ദൈവമാണ് എൻ്റെ ദൈവം, ആ ദൈവമാണ് നിങ്ങളുടെ ദൈവം, ആ ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. കണ്ണുകളടയ്ക്കാം, തലകൾ വണക്കാം. യേശു ഇതാ നമ്മുടെ അരികിൽ നിൽക്കുന്നു. കർത്താവേ, സകലതും വിട്ടു എന്ന് പറയാൻ പോലും പോയിട്ട് ഒന്നും വിട്ടിട്ടില്ല, ഒന്നും ഉപേക്ഷിച്ചിട്ടില്ല. എനിക്ക് വേണ്ടാത്തതും എനിക്ക് ആവശ്യമില്ലാത്തതുമായ ചില കാര്യങ്ങൾ വിട്ടു എന്നല്ലാതെ ഒന്നും വിട്ടിട്ടില്ല. കർത്താവേ, നമ്മുടെ നല്ല ദൈവം ഏതെങ്കിലും കാര്യത്തിൽ കടക്കാരനായിരുന്നോ? ഇല്ലല്ലോ യേശുവേ. എന്നാൽ വിട്ടതും വെറുത്തതുമെല്ലാം തിരികെ എടുത്തവളായി ഞാനിതാ നിന്റെ മുമ്പാകെ ലജ്ജയോടെ പിടിക്കപ്പെട്ട കുറ്റവാളിയെ പോലെ നിൽക്കുകയാണ്. എന്നാൽ യേശുവേ, ഇപ്പോൾ എല്ലാവരും കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ, യേശു മാത്രം നമ്മളെ കാണട്ടെ. യേശുവോട് നമുക്ക് വാക്ക് പറയാം, കർത്താവേ, ഇതാ ഞാൻ സകലതും വിടുന്നു എന്ന്. ആരിപ്പോൾ ദൈവത്തോട് വാക്ക് പറയുന്നുണ്ട്? കർത്താവേ, ഞാൻ സകലത്തോടും പാപമെന്ന് സംശയമുള്ള കാര്യം, അനീതി എന്ന് സംശയമുള്ള കാര്യം പോലും ഞാനിതാ വച്ച് പൊറിപ്പിക്കില്ല. കർത്താവേ, യേശുവേ, എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു പുതിയ സമർപ്പണം ഞാൻ എടുക്കുന്നു. പാപത്തോട് യാത്ര പറയുന്നു. യൗവനക്കാരാ, വചനം കേൾക്കാൻ വന്നിട്ടും ഇന്ന് ഹൃദയത്തിൽ നിന്ന് മാറ്റാത്ത പാപങ്ങൾ സഹോദരി മാറ്റിക്കൊള്ളൂ, എല്ലാം എറിഞ്ഞുകൊള്ളൂ. ആ പിരിയാ ബന്ധമാണിത്, ക്രിസ്തുവിൻ്റെ കരമാണ് താഴേക്ക് ഇറങ്ങി വരുന്നത്. കർത്താവേ, ആ കരം ഇപ്പോൾ എൻ്റെ കരത്തിലൊന്ന് പിടിക്കണമേ എന്ന് ആരാഗ്രഹിക്കുന്നുണ്ട്. പാപത്തോട് യാത്ര പറഞ്ഞവർക്ക് ധൈര്യമായി കരമുയർത്താം, പറയാം, യേശുവേ, ഇപ്പോൾ നിന്റെ ആ കരം വന്ന് എൻ്റെ കരത്തിലൊന്ന് പിടിക്കണമേ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ തൃക്കരം വന്ന് പിടിക്കുന്നത്, എൻ്റെ പ്രിയത്തിന് സ്തോത്രം, ആ കരം വന്ന് പിടിക്കുകയാണ്. ഇതാ പാപങ്ങൾ തെറിച്ചു പോവുകയാണ്. ക്രിസ്തുവിന്റെ ആണിപ്പാടുള്ള കരം, ദൈവത്തിന് സ്തോത്രം. ആ തൃക്കരം കണ്ടുകൊണ്ട്, ആ കരത്തിന്റെ ശക്തി അനുഭവിച്ചുകൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാമല്ലോ. കരങ്ങൾ താഴ്ത്തിയിടാം, ഒറ്റ വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, കരുണയുള്ള കർത്താവേ, നല്ല ദൈവമേ, ഞങ്ങൾ നല്ലവനായ യേശുവേ, ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു വഴിയിൽ വന്ന് ഞങ്ങളെ തടഞ്ഞു നിർത്തിയ നിത്യ സ്നേഹമേ, കുരിശിലെ സ്നേഹമേ, എൻ്റെ കർത്താവേ, അളവുകളില്ലാത്ത സ്നേഹമേ, വാരിക്കോരി തന്ന സ്നേഹമേ, എൻ്റെ യേശുവേ, ഞങ്ങളെ കഴിയ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ആ സ്നേഹമേ, എല്ലാം ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഒറ്റ കുടുംബം പോലെ നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം, ഒരു മനസ്സോട് നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ഇന്നൊരു നടത്തിയിട്ടുള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്നും അത്ഭുതങ്ങൾ നിവർത്തിച്ചതിനാൽ സ്തോത്രം. ഇനി ഞങ്ങൾ കൂടിക്കാണുമ്പോഴേയും കൃപയിൽ പരിപാലിക്കണമേ. എല്ലാ മഹത്വത്തേക്ക് മാത്രം, എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.